ഓക്കെ, നമ്മൾ ആ പ്രിപ്പോസിഷൻ നമുക്കിനി നോക്കാം. പ്രിപ്പോസിഷൻ ജസ്റ്റ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നുകൂടി പോകാം. നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. XMU എന്ന് പറയുന്ന ഒരു മെഷർ സ്പേസ് ആണ്. അവിടെ M0 എന്ന് പറയുന്ന ഒരു കളക്ഷൻ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുകയാണ്? M0 ടു ബി ദ കളക്ഷൻ ഓഫ് ഓൾ സബ്സെറ്റ്സ് E of X, E സബ്സെറ്റ് ഓഫ് X ഓഫ് ദ ഫോം E എങ്ങനെയായിരിക്കണം? E ഈക്വൽ ടു A യൂണിയൻ B, where B element of scriptum and A subset of C for some A subset of C for some C element of M and mu of C is equal to 0. ഓക്കെ, ഇത്രയും കണ്ടീഷൻ ഉണ്ട്. ഇങ്ങനെയുള്ള ഈൻ്റെ കളക്ഷനാണ് ആര്? M0. ഓക്കെ, അത്ര അങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. ഫോർ സച്ച് എ സെറ്റ് E, ഓക്കെ, അങ്ങനെ ഒരു സെറ്റിൽ എടുക്കുകയാണെങ്കിൽ ഡിഫൈൻ മ്യൂ നോട്ട് ഓഫ് ഇ ഈസ് ഈക്വൽ ടു മ്യൂ ഓഫ് ബി. ഇങ്ങനെ ഈനെ A യൂണിയൻ ബി എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ സ്ക്രിപ്റ്റമിൽ എലമെൻ്റ് ആയിട്ടുള്ള ബീന് കറസ്പോണ്ടിങ് ആയിട്ട് മ്യൂ നോട്ട് ഓഫ് ഇ ഈക്വൽ ടു എങ്ങനെ ഡിഫൈൻ ചെയ്തു? മ്യൂ ഓഫ് ബി എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്തു. ദെൻ അങ്ങനെയാണെങ്കിൽ M0 എന്ന് പറയുന്നത് ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന M0 ഒരു സിഗ്മ ആൾജിബ്ര ആയിരിക്കും. അത് എമ്മിനെ കണ്ടെയ്ൻ ചെയ്യും. ദാറ്റ് ഈസ് M ഇസ് കണ്ടെയ്ൻഡ് ഇൻ M0 ആൻഡ് മ്യൂ നോട്ട് ഈസ് എ മെഷർ. ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന മ്യൂ നോട്ട് ഒരു മെഷറാണ്. ആൻഡ് ദാറ്റ് എക്സ്റ്റെൻഡ് മ്യൂ, അത് മ്യൂവിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്, അതായത് കുറച്ചുകൂടെ വലിയ കളക്ഷനിലേക്ക്. ആൻഡ് XM0 മ്യൂ നോട്ട് എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് മെഷർ സ്പേസ് എന്നാണ്. XMU എന്ന് പറയുന്ന മെഷർ സ്പേസിൽ നിന്ന് നമുക്ക് എങ്ങോട്ട് എത്താം? XM0 മ്യൂ നോട്ട് എന്ന് പറയുന്ന കംപ്ലീറ്റ് മെഷർ സ്പേസിലേക്ക് എത്താമെന്നാണ് പ്രൊപ്പോസിഷൻ പറയുക. ഓക്കെ, നമുക്കതിൻ്റെ പ്രൂഫിലേക്ക് പോകാം. ആദ്യമേ നമ്മൾ ഫസ്റ്റ് കേസിൽ നമ്മൾ M0ന് വേറൊരു രീതിയിലുള്ളൊരു ഡെഫിനിഷൻ കൊടുക്കുകയാണ്. ഓക്കെ, ഇത് പല സ്റ്റെപ്പായിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യുക. ഡയറക്റ്റ് പെട്ടെന്ന് നമുക്കിതിൽ പ്രൂഫിലേക്ക് എത്താൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ കുറേ സ്റ്റെപ്പിലൂടെ പതുക്കെയാണ് ഈ കംപ്ലീറ്റ് മെഷർ സ്പേസ് എന്നുള്ള ഇതിലേക്ക് എത്തുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ M0നെ ഇങ്ങനെ റീഡിഫൈൻ ചെയ്യാന്നല്ല, വേറൊരു രീതിയിലുള്ള ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള എക്സ്പ്രഷൻ ഉണ്ട്, അത് കൂടാതെ അതിനെ വേറൊരു രീതിയിലൂടെ ഡിഫൈൻ ചെയ്യുകയാണ്. ഡെഫിനിഷൻ ഓഫ് M0, ഡിഫൈൻ M0 ഇസ് ഈക്വൽ ടു എങ്ങനെ എടുത്തു? ദ കളക്ഷൻ ഓഫ് ഓൾ E ഡെൽറ്റ N വേർ E എലമെൻറ്റ് ഓഫ് സ്ക്രിപ്റ്റം ആൻഡ് N സബ്സെറ്റ് ഓഫ് P വേറെ എടുത്തുന്നുള്ളൂ. N സബ്സെറ്റ് ഓഫ് P വേർ P എലമെൻറ്റ് ഓഫ് സ്ക്രിപ്റ്റം ആൻഡ് മ്യൂ ഓഫ് P ഈക്വൽ ടു 0. ഓക്കെ, അപ്പം M0ൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് ഏത് ഫോമിലെടുത്തു? E ഡെൽറ്റ N എന്നുള്ള ഫോമിലെടുത്തു. അവിടെ നമ്മൾ E എന്ന് പറയുന്നത് M എന്ന് പറയുന്ന സിഗ്മ ആൾജിബ്രയിൽ എലമെൻ്റ് ആണ്. ആൻഡ് N ഈസ് എ സബ്സെറ്റ് ഓഫ് P വേർ P ഈസ് എ മെഷറബിൾ സെറ്റ്, P എലമെൻറ്റ് ഓഫ് M ആൻഡ് മ്യൂ ഓഫ് P എന്താ? 0. മെഷർ 0 ആയിട്ടുള്ള ഒരു സെറ്റ് എടുത്തിട്ട്, മെഷറബിൾ സെറ്റ് എടുത്തിട്ട് അതിൻ്റെ സബ്സെറ്റ് ആയിട്ടുള്ള N എടുത്തിട്ട് E ഡെൽറ്റ N ആണ് ആര്? M0. അങ്ങനെയുള്ളതിൻ്റെ കളക്ഷനാണ് M0 എന്ന് പറഞ്ഞു. ഓക്കെ, ദെൻ ഇവിടെ നോക്കുവാണെങ്കിൽ ദെൻ ക്ലിയർലി M സബ്സെറ്റ് ഓഫ് M0 എന്ന് പറയാം. കാരണം ബിക്കോസ് A എലമെൻറ്റ് ഓഫ് M എടുക്കുകയാണെന്നിരിക്കട്ടെ, A എമ്മിലെ എലമെൻ്റ് ആണെങ്കിൽ A എന്നുള്ളതിന് നമുക്ക് എങ്ങനെ എഴുതാം? A ഡെൽറ്റ ഫൈ എന്ന് എഴുതാമല്ലോ. അപ്പോൾ നമുക്കിത് ഏത് ഫോമിലായി? E ഡെൽറ്റ N എന്നുള്ള ഫോമിലല്ലേ? A എന്ന് പറയുന്നത് സ്ക്രിപ്റ്റമിലെ എലമെൻ്റ് ആണ്. ഓക്കെ, അതിവിടെ പ്രത്യേകിച്ച് പറഞ്ഞില്ല. വേറെ A എലമെൻറ്റ് ഓഫ് സ്ക്രിപ്റ്റം ആൻഡ് ഫൈ, രണ്ടാമത് എഴുതിയിരിക്കുന്ന സെറ്റ് ഏതാ? ഫൈ സബ്സെറ്റ് ഓഫ് ഫൈ എന്ന് പറയാമല്ലോ. ഫൈ സബ്സെറ്റ് ഓഫ് ഫൈ ആണ്. അതായത് ഇവിടെ N സബ്സെറ്റ് ഓഫ് P എന്ന് പറയുന്ന പോലെ നമ്മൾ എന്ത് പറഞ്ഞു? ഫൈ സബ്സെറ്റ് ഓഫ് ഫൈ വേർ ഫൈ എലമെൻറ്റ് ഓഫ് P എലമെൻറ്റ് ഓഫ് M എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ എന്ത് പറഞ്ഞു? ഫൈ എലമെൻറ്റ് ഓഫ് M ആൻഡ് മ്യൂ ഓഫ് ഫൈ എന്താ? 0. ഈ ഫോമിൽ എഴുതാം. അതുകൊണ്ട് എമ്മിലെ എലമെൻ്റ് എല്ലാം എവിടുത്തെ എലമെൻ്റാണെന്ന് പറയാം? M0ൻ്റെ എലമെൻറ്റിൻ്റെ ഫോമിൽ നമുക്ക് കൊണ്ടുവരാം. സോ M സബ്സെറ്റ് ഓഫ് M0 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രിപ്പോസിഷനുള്ള ഒരു കണ്ടീഷൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, M0 എന്ന് പറയുന്നത് എമ്മിനെ കണ്ടെയ്ൻ ചെയ്യുന്നുള്ളത് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ക്ലെയിം ചെയ്യുകയാണ് E ഡെൽറ്റ Nന് നമ്മൾ വേറൊരു ഫോം കൊടുക്കുക. E ഡെൽറ്റ N ഇസ് ഈക്വൽ ടു എന്താണെന്ന് ക്ലെയിം ചെയ്യാൻ പോവുക? E മൈനസ് P യൂണിയൻ P ഇൻപ്രസഷൻ E ഡെൽറ്റ N ആണെന്ന് കാണിക്കാൻ പോവുകയാണ്. ഓക്കെ, ആൻഡ് ഇഫ് N സബ്സെറ്റ് ഓഫ് P വേർ P എലമെൻറ്റ് ഓഫ് M മ്യൂ ഓഫ് P ഈക്വൽ ടു 0 ആൻഡ് E എലമെൻറ്റ് ഓഫ് M. E ഡെൽറ്റ N എന്ന് പറയുമ്പോൾ അവിടെയുള്ള എലമെൻറ്റ്സിൻ്റെ ഫോമാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. E എലമെൻറ്റ് ഓഫ് M, N സബ്സെറ്റ് ഓഫ് P, P എലമെൻറ്റ് ഓഫ് സ്ക്രിപ്റ്റം ആൻഡ് മ്യൂ ഓഫ് P ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ E ഡെൽറ്റ Nന് ഈ റെപ്രസെൻറ്റേഷൻ ഉണ്ടെന്ന് കാണിക്കാൻ പോവുക. അതിൻ്റെ പ്രൂഫാണ് അവിടെ കിടക്കുക. സപ്പോസ് നമ്മൾ ആദ്യം എന്തെടുത്തു? A ഈക്വൽ ടു B എന്നുള്ളത് A സബ്സെറ്റ് ഓഫ് B, B സബ്സെറ്റ് ഓഫ് A എന്നുള്ള കേസ് കാണിക്കുന്ന പോലെ തന്നെ
ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ നമ്മൾ എക്സ് എലമെൻറ്റ് ഓഫ് ഈ ഡെൽറ്റ എന്നെന്ന് എടുത്തു. ഇനി നമുക്ക് എക്സ് അങ്ങനെയാണെങ്കിൽ ഈ റൈറ്റ് സൈഡിലുണ്ടെന്ന് കാണിക്കണം, ഇവിടെ ഉണ്ടെന്ന് കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടി എക്സ് ഈ ഡെൽറ്റ എന്നിൽ എലമെൻ്റ് ആണെങ്കിൽ എക്സ് പിയിലെ എലമെൻ്റ് ആകാം, ആകാതിരിക്കാം. സപ്പോസ് എക്സ് പിയിലെ എലമെൻ്റ് ആണെന്നിരിക്കട്ടെ. പിയിലെ എലമെൻ്റ് ആണെങ്കിൽ ഈ ഡെൽറ്റ എന്നിലെ എലമെൻ്റ് ആണല്ലോ. പിയിലെ എലമെൻറ്റും കൂടെ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, എക്സ് പി ഇൻട്രസെക്ഷൻ ഈ ഡെൽറ്റ എന്നിലുണ്ട്. എക്സ് പി ഇൻട്രസെക്ഷൻ ഈ ഡെൽറ്റ എന്നിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, പിന്നെ ഈ യൂണിയനിലുണ്ട് അല്ലേ. അപ്പോൾ എക്സ് എലമെൻറ്റ് ഓഫ് ആർ എച്ച് എസ് എന്ന് കിട്ടും. ഇനി എക്സ് പിയിലെ എലമെൻ്റ് അല്ല, അങ്ങനെയാണെങ്കിൽ എൻ സബ്സെറ്റ് ഓഫ് പി ആണല്ലോ. പിയിലെ എലമെൻ്റ് അല്ലെങ്കിൽ ഉറപ്പായിട്ടും അത് എവിടുത്തെ എലമെൻ്റ് അല്ല, എന്നിലെ എലമെൻ്റ് അല്ല. പക്ഷേ എക്സ് എവിടുത്തെ എലമെൻ്റ് ആണ്, ഈ ഡെൽറ്റ എന്നിലെ എലമെൻ്റ് ആണെങ്കിൽ ഈ ഡെൽറ്റ എൻ എന്ന് പറയുമ്പോൾ നമുക്കെങ്ങനെ പറയാം, ഇ മൈനസ് എൻ യൂണിയൻ എൻ മൈനസ് ഇ ആ. അപ്പം എക്സ് ഈ ഡെൽറ്റ എലമെൻറ്റിലെ എലമെൻ്റ് ആണെങ്കിൽ എക്സ് ഉറപ്പായിട്ടും എവിടുത്തെ എലമെൻറ്റാ, ഇ മൈനസ് എന്നിലെ എലമെൻറ്റാ അല്ലേ. പക്ഷേ എക്സ് എവിടുത്തെ എലമെൻ്റ് അല്ല, എന്നിലെ എലമെൻ്റ് അല്ല. വിച്ച് ഇംപ്ലൈസ് എക്സ് എവിടുത്തെ എലമെൻറ്റാ, ഇയിലെ എലമെൻറ്റാ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എക്സ് ഇയിലെ എലമെൻ്റ് ആണ്. പക്ഷേ ഇപ്പോൾ പറയുന്ന കേസ് അനുസരിച്ചിട്ട് എക്സ് എവിടുത്തെ എലമെൻ്റ് അല്ല, പിയിലെ എലമെൻ്റ് അല്ല എന്ന് പറയുമ്പോൾ എക്സ് എവിടുത്തെ എലമെൻറ്റാ, ഇ മൈനസ് പിയിലെ എലമെൻറ്റാ. എക്സ് ഇ മൈനസ് പിയിലെ എലമെൻ്റ് ആണെങ്കിലും എക്സ് എവിടെ വന്നോളും, ആർ എച്ച് എസിൽ വരും. സോ എക്സ് എലമെൻറ്റ് ഓഫ് ആർ എച്ച് എസ്. അപ്പോൾ ഇൻ ജനറൽ എക്സ് ഈ ഡെൽറ്റ എന്നിലെ എലമെൻ്റ് ആണെങ്കിൽ എക്സ് പിയിലെ എലമെൻ്റ് ആയിക്കോട്ടെ, പിയിലെ എലമെൻ്റ് അല്ലാതിരുന്നോട്ടെ, എക്സ് എവിടെ വന്നോളും, ആർ എച്ച് എസിലെ എലമെൻ്റായി വരും. സോ ഇൻ എനി കേസ് എക്സ് എലമെൻറ്റ് ഓഫ് ഈ ഡെൽറ്റ എൻ ഇംപ്ലൈസ് എക്സ് എലമെൻറ്റ് ഓഫ് ആർ എച്ച് എസ് എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഒരു പാർട്ട് കിട്ടി. ഇനി നേരെ തിരിച്ച് ബി സബ്സെറ്റ് ഓഫ് എ എന്നുള്ള കേസ് എടുക്കാൻ പോവുക. അതായത് എക്സ് ആർ എച്ച് എസിലെ എലമെൻ്റ് ആണെങ്കിൽ എക്സ് എവിടുത്തെ എലമെൻ്റ് ആണെന്ന് കാണിക്കണം, ഈ ഡെൽറ്റ എന്നിലെ എലമെൻ്റ് ആണെന്ന് കാണിക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെടുത്തു, എക്സ് എലമെൻറ്റ് ഓഫ് ആർ എച്ച് എസിന് എടുത്തു. എന്ന് പറയുമ്പം എക്സ് ഇ മൈനസ് പിയിലെ എലമെൻ്റ് ആകാം, യൂണിയൻ ആയതുകൊണ്ട്, ഓർ എക്സ് പി ഇൻട്രസെക്ഷൻ ഈ ഡെൽറ്റ എന്നിലെ എലമെൻ്റ് ആകാം. എക്സ് പി ഇൻട്രസെക്ഷൻ ഈ ഡെൽറ്റ എലമെൻറ്റിലെ എലമെൻ്റ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, പിയിലും ഉണ്ട് ഈ ഡെൽറ്റ എന്നിലും ഉണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, എക്സ് എലമെൻറ്റ് ഓഫ് ഈ ഡെൽറ്റ എൻ. അവിടെ ആ കേസ് തീർന്നു. ഇനി അങ്ങനെയല്ല, ഈ ഒരു കേസ് മാറ്റി ഇവിടുത്തെ കേസ് എടുത്തെന്ന് ഇരിക്കട്ടെ. എക്സ് എലമെൻറ്റ് ഓഫ് ഇ മൈനസ് പി എന്ന് എടുത്തു. എക്സ് എലമെൻറ്റ് ഓഫ് ഇ മൈനസ് പി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ, എക്സ് ഇയിലെ എലമെൻ്റ് ആണ് പക്ഷേ പിയിലെ എലമെൻ്റ് അല്ല എന്നാണ്. ഇത് ഡയറക്റ്റ് അല്ല, ഇവിടെ കുറച്ച് അങ്ങ് എഴുതിയെന്നുള്ളൂ. എക്സ് ഇ മൈനസ് പിയിലെ എലമെൻ്റ് ആണെന്ന് പറയുമ്പം എക്സ് ഇയിലെ എലമെൻ്റ് ആണ് പക്ഷേ എക്സ് പിയിലെ എലമെൻ്റ് അല്ല. എൻ സബ്സെറ്റ് ഓഫ് പി ആണെങ്കിൽ പിയിലെ എലമെൻ്റ് അല്ലാത്തത് പിന്നെ എന്നിൽ വരുമോ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, എക്സ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് എൻ എന്നും പറയാം. എന്ന് പറയുമ്പോൾ എക്സ് ഇയിലെ എലമെൻ്റ് ആണ് പക്ഷേ എന്നിലെ എലമെൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ അത് ഇ മൈനസ് എന്നിലുണ്ട്. ഇ മൈനസ് എന്നിലുണ്ടെങ്കിൽ ഈ ഡെൽറ്റ എൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇ മൈനസ് എൻ യൂണിയൻ എൻ മൈനസ് ഇ എന്നാ അല്ലേ. അപ്പോൾ ഇ മൈനസ് എന്നിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എവിടെയുണ്ട്, ഈ ഡെൽറ്റ എന്നിലുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് കിട്ടി, എൽ എച്ച് എസിലുണ്ടെന്ന് കിട്ടി. ഓക്കെ, ദെയർ ഫോർ നമുക്ക് എന്ത് പറയാം, നമ്മൾ രണ്ട് കേസും ആർ എച്ച് എസ് സിംപ്ലൈസ് എൽ എച്ച് എസ് എന്ന് കിട്ടും, എൽ എച്ച് സിംപ്ലൈസ് ആർ എച്ച് എസ് എന്ന് കിട്ടുന്നതുകൊണ്ട് ഈ ഡെൽറ്റ എൻ ഇസ് ഈക്വൽ ടു ഇ മൈനസ് പി യൂണിയൻ പി ഇൻട്രസെക്ഷൻ ഈ ഡെൽറ്റ എൻ എന്ന് എഴുതാം. ഇനി അവിടെ ഈ പി ഇൻട്രസെക്ഷൻ ഈ ഡെൽറ്റ എൻ എന്നുള്ളതിനെ നമ്മൾ എ എന്ന് എടുക്കുകയാണെന്നിരിക്കട്ടെ, ഇ മൈനസ് പിനെ നമ്മൾ ബി എന്ന് എടുക്കുകയാണെന്നിരിക്കട്ടെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇ ഓൾറെഡി എവിടുത്തെ എലമെൻറ്റാ, എമ്മിലെ എലമെൻറ്റാ. പി എവിടുത്തെ എലമെൻറ്റാ, സ്ക്രിപ്റ്റ് എമ്മിലെ എലമെൻ്റ് ആണെങ്കിൽ ഇ മൈനസ് പി എവിടുത്തെ എലമെൻറ്റാ, സ്ക്രിപ്റ്റ് എമ്മിലെ എലമെൻറ്റാ. സോ ബി എവിടുത്തെ എലമെൻറ്റാ, സ്ക്രിപ്റ്റ് എമ്മിലെ എലമെൻറ്റാ. ഇനി എന്നെ നമ്മൾ എങ്ങനെ എടുത്തിരിക്കുന്നത്, പി ഇൻട്രസെക്ഷൻ ഈ ഡെൽറ്റ എൻ എന്നാണ്. അതായത് ഈ രണ്ട് സെറ്റിൻ്റെ ഇൻട്രസെക്ഷനാണ് ആര്, എ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, എ എന്തായാലും പീൻ്റെ സബ്സെറ്റാണ്. ഇനി പി എവിടുത്തെ എലമെൻറ്റാ, സ്ക്രിപ്റ്റ് എമ്മിലെ എലമെൻറ്റാ അല്ല, ഇവിടെ എഴുതിയിട്ടുണ്ട് സ്ക്രിപ്റ്റ് എമ്മിലെ എലമെൻറ്റാ. നൗ മ്യൂ ഓഫ് പി എന്ന് പറയുന്നത് എന്താണ്, 0 ആണ്. ആൻഡ് എയും ബിയും, ഓക്കെ, എയും ബിയും നോക്കുവാണെങ്കിൽ ഇത്രയോടെ നിൽക്കട്ടെ, എൻ്റെ കൂടെ എയും ഇവിടെ എടുത്തിരിക്കുന്ന എയും ബിയും നോക്കുക. എ എന്ന് പറയുന്നത് പി ഇൻട്രസെക്ഷൻ ഈ ഡെൽറ്റ എലമെൻ്റ്, അതായത് ഉറപ്പായിട്ടും അത് എവിടുത്തെ എലമെൻ്റ് ആയിരിക്കണം, പിയിലെ എലമെൻ്റ് ആയിരിക്കും. പക്ഷേ ബി എന്ന് പറയുന്നത് എന്താ, ഇ മൈനസ് പിയിലെ എലമെൻ്റ് എന്ന് പറയുമ്പോൾ അത് ഉറപ്പായിട്ടും പിയിലെ എലമെൻ്റ് അല്ല. അപ്പോൾ ഉറപ്പായിട്ടും എയും ബിയും എന്താണ്, രണ്ടിലും കോമൺ എലമെൻറ്റ്സ് ഒന്നും വരില്ല. സോ എ ഇൻട്രസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും, 5 ആയിരിക്കും. സോ എം നോട്ട് എന്നുള്ളതിനെ നമ്മളിപ്പോൾ എങ്ങനെ ഡിഫൈൻ ചെയ്തു, നമ്മൾ ആദ്യം നമുക്ക് തന്നിരിക്കുന്നുള്ള പോലെ അല്ലേ, എ യൂണിയൻ ബി വേർ ബി എലമെൻ്റ് ഓഫ് സ്ക്രിപ്റ്റം എ സബ്സെറ്റ് ഓഫ് പി
അവിടെ നമ്മൾ സി എന്ന് എഴുതിയെന്നു പകരം ഇവിടെ പി എടുത്തുന്നുള്ളൂ. എ സബ്സെറ്റ് ഓഫ് പി വേർ പി എലമെൻ്റ് സ്ക്രിപ്റ്റം മി ഓഫ് പി ഈക്വൽ ടു 0. കൂടാതെ ഇവിടെ എന്ത് പറയാം, ഇങ്ങനെ എഴുതുമ്പം ഈ എയും ബിയും എന്താണ്, ഡിസ്ജോയിൻ്റ് ആണെന്നൂടെ കിട്ടും. അപ്പോൾ നമുക്ക് എം നോട്ടിന് വേറൊരു രീതിയിലുള്ള റെപ്രസെൻറ്റേഷൻ കിട്ടി. ഓക്കെ, ദെൻ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മളിങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന നമ്മുടെ എം നോട്ട് 2 രീതിയിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. രണ്ടും ഒന്ന് തന്നെ, എം നോട്ട് തന്നെ. ആ എം നോട്ടിന് നമ്മൾ സിഗ്മ ആൾജിബ്ര ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോവുക. അപ്പോൾ ഫുൾ സെറ്റ് ഉണ്ട്. ഓക്കെ, ഫുൾ സെറ്റ് ഉണ്ട്. പിന്നെ ക്ലോസ്ഡ് അണ്ടർ കൗണ്ടബിൾ യൂണിയനും ക്ലോസ്ഡ് അണ്ടർ കോംപ്ലിമെൻറ്റ്സും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എം നോട്ട് സിഗ്മ ആൾജിബ്ര ആണെന്ന് ക്ലെയിം ചെയ്യാൻ പോവുക. എക്സ് എം നോട്ടിൽ എലമെൻറ്റാണ്. കാരണം എക്സ് എവിടുത്തെ എലമെൻറ്റാണ്, സ്ക്രിപ്റ്റമിൻ്റെ എലമെൻറ്റാണ്. എക്സിന് നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് ഡെൽറ്റ ഫൈ എന്ന് എഴുതാമല്ലോ. അവിടെ എക്സ് സ്ക്രിപ്റ്റമിലെ എലമെൻറ്റ്, ഫൈ സ്ക്രിപ്റ്റമിലെ എലമെൻറ്റ്, ഫൈ സബ്സെറ്റ് ഓഫ് ഫൈ ആണ്. മി ഓഫ് ഫൈ എന്താണെന്ന് പറയാം, 0 ആണ്. സോ ഉറപ്പായിട്ടും എക്സ് ക്യാപിറ്റൽ എക്സ് ഫുൾ സെറ്റ് എവിടുത്തെ എലമെൻറ്റാണ്, എം നോട്ടിലെ എലമെൻറ്റാണ്. ഇനി നമ്മൾ കൗണ്ടബിൾ യൂണിയൻ്റെ കേസ് എടുക്കാൻ പോവുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് പറയാൻ പോവുക, എം നോട്ട് ഈസ് ക്ലോസ്ഡ് അണ്ടർ കൗണ്ടബിൾ യൂണിയൻ. ഓക്കെ, അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, കളക്ഷൻ ഇ ആയി ബി എ സീക്വൻസ് ഇൻ എം നോട്ട് എന്ന് എടുത്തു. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് കൗണ്ടബിൾ യൂണിയനുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. നമുക്ക് എം നോട്ടിൻ്റെ 2 രീതിയിലുള്ള റെപ്രസെൻറ്റേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ യൂണിയനുമായിട്ട് കൗണ്ടബിൾ യൂണിയൻ എം നോട്ട് ഇസ് ക്ലോസ്ഡ് അണ്ടർ കൗണ്ടബിൾ യൂണിയൻ എന്നാണ് കാണിക്കേണ്ടത്. എന്ന് പറയുമ്പോൾ നമ്മൾ യൂണിയനുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള റെപ്രസെൻറ്റേഷൻ കൊടുക്കും എം നോട്ടിന്. അപ്പോൾ നമ്മൾ ഈ രീതിയിലുള്ള റെപ്രസെൻറ്റേഷനാണ് ഇവിടെ നമുക്ക് എം നോട്ട് ക്ലോസ്ഡ് അണ്ടർ കൗണ്ടബിൾ യൂണിയൻ എന്നുള്ളത് ക്ലെയിം ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ ഇ ഐ എന്ന് പറയുന്നത് എം നോട്ടിലെ എലമെൻ്റ് ആണെങ്കിൽ ഇ ഐക്ക് നമുക്കിപ്പോൾ എങ്ങനെ കൊടുത്തു, എ ഐ യൂണിയൻ ബി ഐ എന്ന് കൊടുത്തു. വേർ ഇതുപോലെ തന്നെ ഇവിടുത്തെ വേർ ബി ഐ എലമെൻ്റ് ഓഫ് സ്ക്രിപ്റ്റം, എ ഐ സബ്സെറ്റ് ഓഫ് പി ഐ, വേർ പി ഐ എലമെൻ്റ് ഓഫ് സ്ക്രിപ്റ്റം ആൻഡ് മി ഓഫ് പി ഐ ഈക്വൽ ടു 0 ആൻഡ് എ ഐ ഇൻട്രോസെഷൻ ബി ഐ ഈക്വൽ ടു 5 ആയിരിക്കും. ഓക്കെ, അങ്ങനെ കൊടുത്തു. ഇനി ഇവിടുന്ന് നമുക്ക് എന്ത് വേണം, ഇങ്ങനെയുള്ളതിൻ്റെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ യൂണിയൻ ഇ ഐ എടുത്തു കഴിയുമ്പോൾ അതെവിടെ ഉണ്ടെന്ന് കാണിക്കണം, സ്ക്രിപ്റ്റമിലുണ്ടെന്ന് കാണിക്കണം. അപ്പോൾ യൂണിയൻ എ ഐ വരും, യൂണിയൻ ബി ഐ വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബി എന്നുള്ളതിനെ എങ്ങനെ എടുത്തു, യൂണിയൻ ഐ ഈക്വൽ ടു 1 to infinity ബി ഐ. ഓരോ ബി ഐയും സ്ക്രിപ്റ്റമിലെ എലമെൻ്റ് ആണെങ്കിൽ അതിൻ്റെ കൗണ്ടബിൾ യൂണിയൻ എവിടെ ഉണ്ടായിരിക്കും, സ്ക്രിപ്റ്റം എന്ന് പറഞ്ഞാൽ സിഗ്മ ആൾജിബ്രയിലുണ്ടായിരിക്കും. ഇനി അതുപോലെ തന്നെ എ എടുത്തു. എ എന്നുള്ളതിനെ എങ്ങനെ എടുത്തു, യൂണിയൻ ഐ ഈക്വൽ ടു 1 to infinity എ ഐ. എ സബ്സെറ്റ് ഓഫ് പി ഐ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, വിച്ച് ഈസ് കണ്ടെയ്ൻഡ് ഇൻ യൂണിയൻ ഐ ഈക്വൽ ടു 1 to infinity പി ഐ. ഈ യൂണിയനെ നമ്മൾ എങ്ങനെ വിളിച്ചു, പി എന്ന് വിളിച്ചു. വേർ പി ഈക്വൽ ടു യൂണിയൻ ഐ ഈക്വൽ ടു 1 to infinity പി ഐ. ഓരോ പി ഐയും സ്ക്രിപ്റ്റമിൽ എലമെൻ്റ് ആയതുകൊണ്ട് ഈ കൗണ്ടബിൾ യൂണിയൻ എവിടെയുണ്ട്, സ്ക്രിപ്റ്റമിലുണ്ട്. ആൻഡ് മി ഓഫ് പി എന്ന് പറഞ്ഞാൽ എന്താ, മി ഓഫ് യൂണിയൻ ഐ ഈക്വൽ ടു 1 to infinity പി ഐ മെഷർ ആയതുകൊണ്ട് ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ ഐ ഈക്വൽ ടു 1 to infinity മി ഓഫ് പി ഐ വരും. പക്ഷേ മി ഓഫ് പി എൻ്റെ വാല്യൂ 0 ആയതുകൊണ്ട് ഈ സം എന്തായി, 0. സോ മി ഓഫ് പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ്. പക്ഷേ മെഷർ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, മി ഓഫ് പി ഈക്വൽ ടു 0 എന്ന് കിട്ടി. സോ ഇവിടെ എന്താ കിട്ടുക, എ ഇതിനെയാണ് നമ്മൾ പി എന്ന് വിളിച്ചത്. എ സബ്സെറ്റ് ഓഫ് പി വേർ പി എലമെൻ്റ് ഓഫ് എം വിത്ത് മി ഓഫ് പി ഈക്വൽ ടു 0. ഓൾറെഡി എ ഐ ബി ഐയും ഡിസ്ജോയിൻ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ യൂണിയൻ എടുത്തു കഴിഞ്ഞാലും യൂണിയൻ എ ഐയും യൂണിയൻ ബി ഐയും എന്തായിരിക്കും, ഡിസ്ജോയിൻ്റാണ്. സോ എ ഇൻ പ്രൊസഷൻ ബി എന്തായിരിക്കും, 5 ആയിരിക്കും. ഓക്കെ, നൗ therefore union I equal to 1 to infinity E I equal to union I equal to 1 to infinity A I അതിനെ എന്ന് വിളിച്ചു. യൂണിയൻ I equal to 1 to infinity B I എന്നുള്ളതിനെ എങ്ങനെ വിളിച്ചു, ബി എന്ന് വിളിച്ചു. ഓക്കെ, ഇതിപ്പോൾ എവിടുത്തെ എലമെൻറ്റാ, എം നോട്ടിലെ എലമെൻറ്റാന്ന് പറയാം. കാരണം ഇവിടെ ബി എന്ന് പറയുന്നത് ആരാ, യൂണിയൻ I equal to 1 to infinity B I എമ്മിലെ എലമെൻറ്റാ. എ സബ്സെറ്റ് ഓഫ് പി ഇവിടെ കിട്ടിയിട്ടുണ്ട്. എ സബ്സെറ്റ് ഓഫ് പി where p equal to union I equal to 1 to infinity pi element of scriptum and mi of p equal to 0 a introsession b equal to 5. എം നോട്ടിലെ എലമെൻസിൻ്റെ കണ്ടീഷൻ എല്ലാം സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് എന്ത് പറയാം, എം നോട്ട് ഈസ് ക്ലോസ്ഡ് അണ്ടർ കൗണ്ടബിൾ യൂണിയൻ ഓൾസോ. അപ്പോൾ നമുക്ക് ഫുൾ സെറ്റ് ഉണ്ടെന്ന് കിട്ടി. അതുപോലെ തന്നെ എം നോട്ട് ഈസ് ക്ലോസ്ഡ് അണ്ടർ കൗണ്ടബിൾ യൂണിയൻ കിട്ടി. ഇനി എന്തുകൂടെ വേണം, എം നോട്ട് ഈസ് ക്ലോസ്ഡ് അണ്ടർ കോംപ്ലിമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ക്ലെയിം ചെയ്യാൻ പോവാം. അപ്പോൾ ഇവിടെ ഈ കോംപ്ലിമെൻറ്റ്സ് എന്നുള്ള കേസ് നമുക്ക് പെട്ടെന്ന് സാധാരണ പെട്ടെന്ന് പ്രൂവ് ചെയ്യുന്ന പോലെ കോംപ്ലിമെൻറ്റ് കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്നത് കിട്ടത്തില്ല. അപ്പം ആ കോംപ്ലിമെൻ്റ് എന്നുള്ള ഐഡിയയിലേക്ക് വരുന്നതിന് വേണ്ടി നമ്മൾ ആദ്യമേ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് വെക്കുന്നുണ്ട്. ഈ പ്രൂഫ്
കുറച്ച് നമ്മൾ ട്രിക്കി മെത്തേഡിൽ പതുക്കെ ഡയറക്റ്റായിട്ടല്ല നമ്മളിവിടെ പോവുക, കുറച്ച് അവിടുന്ന് ഇവിടുന്ന് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് എത്തിക്കുക. അപ്പോൾ നിങ്ങളത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കോംപ്ലിമെൻറ്റ്, അതായത് ശരിക്കും എ കോംപ്ലിമെൻ്റ് എന്നുള്ളതിനെ നമുക്ക് എക്സ് മൈനസ് എ എന്നുള്ള ഫോമിൽ എഴുതാൻ അറിയാമല്ലോ. അപ്പോൾ അതുമായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ പോവുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടെ കാണിക്കുക, ഇവിടെ എം നോട്ടിലെ 2 എലമെൻറ്റ് D1 D2 എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഡിഫറൻസും എം നോട്ടിൽ തന്നെ ഉണ്ടെന്ന് കാണിക്കാൻ പോവുക. ഓക്കെ, അപ്പോൾ ആ ഡിഫറൻസ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ഡിഫറൻസുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഓൾറെഡി നമ്മൾ എം നോട്ടിന് ഫസ്റ്റ് നമ്മൾ ഒരു റെപ്രസെൻറ്റേഷൻ കൊടുത്തില്ലേ, ഈ ഡെൽറ്റ എൻ ഡിഫറൻസുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള റെപ്രസെൻറ്റേഷൻ, ആ ഒരു എക്സ്പ്രഷനാണ് ഇവിടെ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ D1 D2 എവിടുത്തെ എലമെൻറ്റാണെന്ന് എടുത്തു, എം നോട്ടിലെ എലമെൻറ്റാണെന്ന് എടുത്തു. ഓക്കെ, അപ്പം എം നോട്ടിലെ എലമെൻറ്റിന് നമ്മൾ ഡിഫറൻസ് ഉപയോഗിച്ചുള്ള റെപ്രസെൻറ്റേഷൻ കൊടുത്തു. D1 ഈക്വൽ ടു E1 ഡെൽറ്റ N1 എടുത്തു, D2 ഈക്വൽ ടു E2 ഡെൽറ്റ N2 എടുത്തു. അങ്ങനെയാണെങ്കിൽ E1 E2 സ്ക്രിപ്റ്റമിൻ്റെ എലമെൻ്റ് ആയിരിക്കും, ആൻഡ് N1 സബ്സെറ്റ് ഓഫ് P1, N2 സബ്സെറ്റ് ഓഫ് P2, വേർ P1 എലമെൻറ്റ് ഓഫ് സ്ക്രിപ്റ്റം, P2 എലമെൻറ്റ് ഓഫ് സ്ക്രിപ്റ്റം. ഓക്കെ, P2 element of scriptum, and mu of P1 equal to 0 and mu of P2 equal to 0. ഇത് എം നോട്ടിലെ എലമെൻസിൻ്റെ ഫോം നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്ന രീതിയിലുള്ള റെപ്രസെൻറ്റേഷൻ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ D1 ഡെൽറ്റ D2 എന്ന് പറയുമ്പോൾ എന്ത് വരും? E1 ഡെൽറ്റ N1 ഡെൽറ്റ E2 ഡെൽറ്റ N2. ദാറ്റ് ഈസ് ഇതിനൊന്നുകൂടെ അറേഞ്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എങ്ങനെ എഴുതാം? E1 ഡെൽറ്റ E2 ഡെൽറ്റ N1 ഡെൽറ്റ N2 എന്ന് എടുത്തു. വേർ ഇനി ഒന്നുകൂടെ നോക്കുക, E1 E2 എവിടുത്തെ എലമെൻറ്റാണ്? സ്ക്രിപ്റ്റമിലെ എലമെൻ്റ് ആണെങ്കിൽ അതിൻ്റെ സിമെട്രിക് ഡിഫറൻസ് എവിടെ ഉണ്ടായിരിക്കും? സ്ക്രിപ്റ്റമിലെ എലമെൻ്റ് ആയിരിക്കും, കാരണം സ്ക്രിപ്റ്റം എന്ന് പറയുന്നത് സിഗ്മ ആൾജിബ്രയാണ്. ഓക്കെ, നൗ N1 സബ്സെറ്റ് ഓഫ് P1 N2 സബ്സെറ്റ് ഓഫ് P2 ആണെങ്കിൽ N1 ഡെൽറ്റ N2 എവിടുത്തെ എലമെൻ്റ് ആയിരിക്കും? P1 ഡെൽറ്റ P2ലെ സബ്സെറ്റ് ആയിരിക്കും. N1 ഡെൽറ്റ N2 സബ്സെറ്റ് ഓഫ് P1 ഡെൽറ്റ P2, ആൻഡ് P1 P2 ആർ elements in scriptum, so their symmetric difference is also in scriptum. Okay, now therefore നമുക്ക് എന്ത് പറയാം? D1 ഡെൽറ്റ D2 mu of P1 ഡെൽറ്റ B2 എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്തായിരിക്കും? അതും 0 ആയിരിക്കും, കാരണം mu of P1 mu of P2 എന്താണ്? 0 ആണ്. സോ അതിൻ്റെ സിമെട്രിക് ഡിഫറൻസിൻ്റെ മെഷറും എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, നൗ അപ്പോൾ D1 ഡെൽറ്റ D2 എവിടുത്തെ എലമെൻ്റാണെന്ന് കിട്ടി? എം നോട്ടിൽ എലമെൻ്റാണെന്ന് കിട്ടി. ഇനി ഈ D1 മൈനസ് D2, ഓക്കെ, നമുക്ക് D1 മൈനസ് D2 എന്നുള്ളതിനെ എങ്ങനെ എഴുതാം? D1 യൂണിയൻ D2, അതായത് ഈ ഫിഗർ നോക്കുവാണെങ്കിൽ D1 യൂണിയൻ D2 എന്ന് പറയുമ്പോൾ എന്താ? ഇവിടുന്ന് ഫുൾ ഇത് രണ്ടും വരും, അതിൻ്റെ ഇടയ്ക്ക് ഇൻറ്റീരിയർ പോർഷനും ഒക്കെ വരും. ഓക്കെ, D1 യൂണിയൻ D2 ഡെൽറ്റ D2 എന്ന് പറയുമ്പോൾ ശരിക്കും എന്താ വരുന്നത്? D1 യൂണിയൻ D2 ആണോ D2 ആണോ വലുത്? എന്തായാലും D1 യൂണിയൻ D2 ആണ്. അപ്പോൾ ഈ D1 യൂണിയൻ D2 ഡെൽറ്റ D2 എന്ന് പറയുന്ന സിമെട്രിക് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തേ വരുള്ളൂ? D1 യൂണിയൻ D2 മൈനസ് D2 എന്നാണ്. അപ്പം ഈ D1 യൂണിയൻ D2 എന്ന് പറയുമ്പോൾ ഇത് ഫുള്ള് വരുന്നുണ്ട്, അതിൽ നിന്ന് D2 പോവുക എന്ന് പറയുമ്പോൾ പിന്നെ എന്തേ ഉള്ളൂ? D2 പോവുക എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷനേ ഉള്ളൂ, അല്ലേ? ഇവിടെ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷനാണ്, അല്ലേ? അപ്പോൾ നമുക്ക് അതിനല്ലേ D1 മൈനസ് D2, അല്ലേ? ഈ എഴുതുന്ന ഇങ്ങനെ കിട്ടുന്ന ഈ D1 യൂണിയൻ D2 മൈനസ് D2, അതായത് D1 യൂണിയൻ D2 ഡെൽറ്റ D2 എന്ന് എഴുതി എന്ന് പറയുന്നത് ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷനാണ്. ആ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷൻ തന്നെയാണ് എന്ത്? D1 മൈനസ് D2. സോ D1 മൈനസ് D2 എന്നുള്ളതിനെ എങ്ങനെ എഴുതാം നമുക്ക്? D1 യൂണിയൻ D2 ഡെൽറ്റ D2 എന്നാണ്. D1 ഡെൽറ്റ D2, സോ D1ഉം D2ഉം എം നോട്ടിലെ എലമെൻ്റ് ആണെങ്കിൽ D1 ഡെൽറ്റ D2 എവിടുത്തെ എലമെൻറ്റാണ്? എം നോട്ടിലെ എലമെൻറ്റാണ്. ഓൾറെഡി D1 D2 എവിടുത്തെ എലമെൻ്റാണെന്നറിയാം? എം നോട്ടിലെ എലമെൻ്റ് ആണ്. എം നോട്ട് ഇസ് ക്ലോസ്ഡ് അണ്ടർ കൗണ്ടബിൾ യൂണിയൻ എന്ന് പറഞ്ഞു. സോ D1 യൂണിയൻ D2 എവിടെയുണ്ട്? എം നോട്ടിലുണ്ട്. D2 എവിടുത്തെ എലമെൻറ്റാണ്? എം നോട്ടിലെ എലമെൻറ്റാണ്. സോ ഇതിൻ്റെ സിമെട്രിക് ഡിഫറൻസ്, അതായത് D1ഉം D2ഉം എം നോട്ടിലെ എലമെൻ്റ് ആണെങ്കിൽ D1ഉം D2ഉം എം നോട്ടിലെ എലമെൻ്റ് ആണെങ്കിൽ ഇപ്പം നമ്മൾ എന്ത് ക്ലെയിം ചെയ്തു? D1 ഡെൽറ്റ D2 എവിടുത്തെ എലമെൻറ്റാണ്? എം നോട്ടിലെ എലമെൻറ്റാണ്, ശരിയല്ലേ? ഇപ്പം D1 D2 എം നോട്ടിലെ എലമെൻ്റ് ആയതുകൊണ്ടും എം നോട്ട് ഇസ് ക്ലോസ്ഡ് അണ്ടർ കൗണ്ടബിൾ യൂണിയൻ ആയതുകൊണ്ടും D1 യൂണിയൻ D2 എവിടുത്തെ എലമെൻറ്റാണ്? എം നോട്ടിലെ എലമെൻറ്റാണ്. D2 എവിടുത്തെ എലമെൻറ്റാണ്? എം നോട്ടിലെ എലമെൻറ്റാണ്.
സോ അതിൻ്റെ സിമെട്രിക് ഡിഫറൻസും ഇത് എം നോട്ടിലുള്ള രണ്ട് എലമെൻറ്റ്സിൻ്റെ സിമെട്രിക് ഡിഫറൻസ് എവിടെ ഉണ്ടായിരിക്കും? എം നോട്ടിലുണ്ടായിരിക്കും. ബിക്കോസ് D1 യൂണിയൻ D2 എലമെൻറ്റ് ഓഫ് സ്ക്രിപ്റ്റ് എം നോട്ട് ആൻഡ് D2 എലമെൻറ്റ് ഓഫ് എം നോട്ട്. അപ്പോൾ നമുക്ക് എം നോട്ട് എന്ന് പറയുന്നത് ക്ലോസ്ഡ് അണ്ടർ കോംപ്ലിമെൻറ്റ്സ് എന്നുകൂടെ പറയാം. അതിന് കാരണമാണ് ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. കാരണം എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് മൈനസ് എ ആണ്. നമ്മളിപ്പോൾ പറഞ്ഞതനുസരിച്ച് D1ഉം D2ഉം എം നോട്ടിലെ എലമെൻ്റ് ആണെങ്കിൽ D1 മൈനസ് D2 എവിടുത്തെ എലമെൻ്റായി? എം നോട്ടിലെ എലമെൻ്റായി. അതായത് രണ്ട് എലമെൻറ്റ് D1ഉം D2ഉം എം നോട്ടിലെ എലമെൻ്റ് ആണെങ്കിൽ അവയുടെ ഡിഫറൻസ് എവിടെയാ? എം നോട്ടിൽ തന്നെയാണ്. എക്സ് ഓൾറെഡി ഓക്കെ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത് എ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എക്സ് മൈനസ് എ എന്നാണ്. അപ്പോൾ D1 D2 എം നോട്ടിലെ എലമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ D1 മൈനസ് D2 എവിടുത്തെ എലമെൻ്റ് ആയിരിക്കും? എം നോട്ടിലെ എലമെൻ്റ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ എക്സ് ഓൾറെഡി എം നോട്ടിലെ എലമെൻ്റ് ആണ്, എയും എം നോട്ടിലെ എലമെൻ്റ് ആണ്. സോ എക്സ് മൈനസ് എ ദാറ്റ് ഈസ് എ കോംപ്ലിമെൻറ്റ് എവിടെയാണ്? എം നോട്ടിലെ എലമെൻ്റ് ആണ്. ഓക്കെ. സോ എം നോട്ട് ഈസ് ക്ലോസ്ഡ് അണ്ടർ കോംപ്ലിമെൻറ്റ്സ് ഉണ്ട്, എം നോട്ട് ക്ലോസ്ഡ് അണ്ടർ കൗണ്ടബിൾ യൂണിയൻ ഉണ്ട്, ഫുൾ സെറ്റ് ഉണ്ട്. സോ എം നോട്ട് ഈസ് എ സിഗ്മ ഓൾജിബ്ര എന്ന് കിട്ടി. ഓക്കെ. അപ്പോൾ എം നോട്ട് സിഗ്മ ഓൾജിബ്ര എന്ന് കിട്ടി. അതായിരുന്നു നമ്മുടെ പ്രൊപ്പോസിഷൻ്റെ വേറൊരു കണ്ടീഷൻ. എം സബ്സെറ്റ് ഓഫ് എം കണ്ടെയ്ൻസ് എം നോട്ട് എന്നുള്ളതുണ്ട്. എം നോട്ട് കണ്ടെയ്ൻസ് എം എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്തു. എം നോട്ട് സിഗ്മ ഓൾജിബ്ര എന്നുള്ളത് ക്ലെയിം ചെയ്തു. ഇനി നമ്മൾ മ്യൂ നോട്ടിനെ ഡിഫൈൻ ചെയ്തിട്ട് മ്യൂ നോട്ട് മെഷർ ആണെന്ന് കാണിക്കും. ഓക്കെ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ? നമ്മൾ മ്യൂ നോട്ടിനെ ഡിഫൈൻ ചെയ്യും. പിന്നെ ആ മ്യൂ നോട്ട് എന്ന് പറയുന്നത് മെഷർ ആണെന്ന് കാണിക്കും. അപ്പോൾ തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് മ്യൂ നോട്ടിനെ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോവുക. ഓക്കെ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഡെൽറ്റ എൻ എന്ന് പറയുന്നത് നമ്മുടെ എം നോട്ടിലെ എലമെൻ്റ് എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ മ്യൂ നോട്ട് ഓഫ് ഈ ഡെൽറ്റ എൻ. ഓക്കെ. മ്യൂ നോട്ട് ഓഫ് ഈ ഡെൽറ്റ എൻ എന്നുള്ളതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? മ്യൂ ഓഫ് ഇ വെയർ ഫോർ എവറി ഇ ഡെൽറ്റ എൻ എലമെൻറ്റ് ഓഫ് എം നോട്ട്. അവിടെ നമുക്ക് എന്തറിയാം? ഇവിടെ ഇ എന്ന് പറയുന്നത് സ്ക്രിപ്റ്റമിൻ്റെ എലമെൻറ്റാണ്. ദെൻ ഓക്കെ നൗ അപ്പോൾ ഇവിടെ ഇങ്ങനെ എഴുതുമ്പോൾ ഈ സ്ക്രിപ്റ്റമിൻ്റെ എലമെൻ്റ് ആയിട്ട് എഴുതായിരുന്നു. ഇനി നമ്മൾ നമ്മുടെ തീരത്തിനകത്ത് പ്രൊപ്പോസിഷനകത്ത് പറഞ്ഞിരിക്കുന്ന മ്യൂ നോട്ട് ഓഫ് ഇ ഈസ് ഈക്വൽ ടു മ്യൂ ഓഫ് ഇ എന്നുള്ള രീതിയിലാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ആ രീതിയിൽ ഡിഫൈൻ ചെയ്യുകയാണ്. ഇഫ് ഈ എലമെൻറ്റ് ഓഫ് എം, ഇനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇ ഡെൽറ്റ ഫൈ എന്ന് എഴുതാം. എന്ന് പറയുമ്പോൾ അത് എം നോട്ടിൽ എലമെൻ്റ് ആകും. അങ്ങനെയാണെങ്കിൽ മ്യൂ നോട്ട് ഓഫ് ഇ എന്ന് പറയുമ്പോൾ എന്താ? മ്യൂ നോട്ട് ഓഫ് ഇ ഡെൽറ്റ ഫൈ. ഇ ഡെൽറ്റ ഫൈ എന്ന് പറയുമ്പോൾ എന്താ? ഒരു മ്യൂ ഓഫ് ഇ ഫോർ എവറി ഇ എലമെൻറ്റ് ഓഫ് എം. ഇങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. സോ സ്ക്രിപ്റ്റമിലെ എലമെൻറ്റിനെ സംബന്ധിച്ച് മ്യൂ നോട്ട് ഓഫ് ഇ എന്ന് പറയുന്നത് എന്താ? മ്യൂ ഓഫ് ഇ അല്ലേ? എന്ന് പറയുമ്പോൾ എന്താ? ഈ ഓൾറെഡി നമ്മൾ പറഞ്ഞു എം ഈസ് കണ്ടെയ്ൻഡ് ഇൻ എം നോട്ടാണ്. എം നോട്ടിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന മെഷറാണ് ആര്? മ്യൂ നോട്ട്. ഈ മ്യൂ നോട്ടിനെ നമ്മൾ പറഞ്ഞു വരുന്നേ ഉള്ളൂ, ശരിക്കും നമ്മൾ പ്രൂവ് ചെയ്യുന്നുള്ളൂ, ഞാൻ അതിൻ്റെ കൂടെ പറയുന്നതുള്ളൂ. മ്യൂ നോട്ട് ഒരു മെഷറാണ്, എം നോട്ട് സിഗ്മ ഓൾജിബ്രയാണ്. ആ എം നോട്ടിൽ എന്തായാലും ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെറ്റ് ഫംഗ്ഷനാണ് ആര്? മ്യൂ നോട്ട്. അപ്പോൾ ഇത് പിന്നീട് നമ്മൾ മെഷറാണെന്ന് കാണും, മ്യൂ നോട്ട് മെഷറാണെന്ന് കാണും. അങ്ങനെയാണെങ്കിൽ മ്യൂ നോട്ടിനെ എമ്മിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആര് തന്നെയാണ്? കണ്ടോ? എമ്മിലെ എലമെൻ്റ് എടുത്തിട്ട് മ്യൂ നോട്ട് ഓഫ് ഇ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? മ്യൂ ഓഫ് ഇ തന്നെയാണ്. സോ മ്യൂ നോട്ടിനെ എമ്മിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ആര് തന്നെയാണ്? മ്യൂ തന്നെയാണ്. അപ്പം മ്യൂ എന്ന് പറയുന്നത് മ്യൂവിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ആര്? മ്യൂ നോട്ടെന്ന് കിട്ടും. ഓക്കെ. അവിടെ ആ ഐഡിയ നമുക്ക് അവിടെ കിട്ടും. ഇനി നമ്മൾ നമ്മുടെ പ്രൊപ്പോസിഷനിൽ തന്നിരിക്കുന്ന രീതിയിൽ നമ്മൾ മ്യൂ നോട്ടിനെ ഡിഫൈൻ ചെയ്യാൻ പോകും. അപ്പോൾ അതിന് വേണ്ടി യൂണിയൻ നമ്മൾ രണ്ടാമത് കൊടുത്തിരിക്കുന്ന രീതിയിലുള്ള ഫോം എടുത്തു. ഇഫ് ഡി ഈക്വൽ ടു എ യൂണിയൻ ബി. ബി അങ്ങനെയാണെങ്കിൽ ബി എവിടുത്തെ എലമെൻറ്റാണ്? സ്ക്രിപ്റ്റമിൻ്റെ എലമെൻറ്റാണ്. എ സബ്സെറ്റ് ഓഫ് പി വെർ പി എലമെൻറ്റ് ഓഫ് സ്ക്രിപ്റ്റം വിത്ത് മ്യൂ ഓഫ് പി ഈക്വൽ ടു 0 ആയിരിക്കും. ആൻഡ് എ ഇൻറ്റർസെക്ഷൻ ബി എന്താ? 5 ആയിരിക്കും. ഓക്കെ. എ ഇൻറ്റർസെക്ഷൻ ബി 5 ആണെങ്കിൽ എ മൈനസ് ബി എന്ന് പറയുന്നത് എന്താ? എ. ബി മൈനസ് എയും ബിയും ഡിസ്റ്റോയിൻ്റാണ്. സോ ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ എന്താ? ബി. അപ്പോൾ എ യൂണിയൻ ബി എന്ന് പറയുന്നത് എന്താ? എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ എ ഡെൽറ്റ ബി അല്ലേ? എ ഡെൽറ്റ ബി എന്ന് പറയുന്നത് എന്താ? എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എന്നല്ലേ? അപ്പോൾ എ യൂണിയൻ ബി. അപ്പം എയും ബിയും ഡിസ്റ്റോയിൻ്റ് ആണെങ്കിൽ എ യൂണിയൻ ബി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? എ ഡെൽറ്റ ബി തന്നെ. സോ മ്യൂ നോട്ട് ഓഫ് എ യൂണിയൻ ബി എന്നുള്ളതിനെ നമ്മളിപ്പോൾ ഡെൽറ്റ വെച്ചിട്ട് എഴുതാൻ പോവുക. മ്യൂ നോട്ട് ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എന്ത് വരും?
മ്യൂ നോട്ട് ഓഫ് എ ഡെൽറ്റ ബി, മ്യൂ നോട്ട് എന്ന് കൊടുത്തു കേട്ടോ, മ്യൂ നോട്ട് ഓഫ് എ ഡെൽറ്റ ബി ദാറ്റ് ഇസ് ഈക്വൽ ടു എന്ത് വരും, മ്യൂ നോട്ട് ഓഫ് എ ഡെൽറ്റ ബി എന്നുള്ളത് നമ്മൾ എങ്ങനെ എഴുതി, ബി ഡെൽറ്റ എന്ന് എഴുതി. ദാറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, മ്യൂ ഓഫ് ബി. കാരണം ഈ ബി നമ്മളിവിടെ ഇ ഡെൽറ്റ എൻ എന്നുള്ള ഫോമിൽ എഴുതുമ്പോൾ അവിടെ ഇ ആണ് സ്ക്രിപ്റ്റമിൻ്റെ എലമെൻ്റ് ആയിട്ട് എടുത്തിരുന്നത്. അപ്പോൾ ഇവിടെ സ്ക്രിപ്റ്റമിൻ്റെ എലമെൻ്റ് ആയിട്ട് എടുക്കുന്ന ആരാണ്, ബി ആണ്. സോ ആ രീതിയിലേക്കൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ ഓഫ് ബി എന്ന് കിട്ടി. ഇനി ഇപ്പം നമ്മൾ മ്യൂ നോട്ട് നമ്മുടെ പ്രൊപ്പോസിഷനിൽ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മൾ ഡിഫൈൻ ചെയ്തു, രണ്ട് രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇങ്ങനെയുള്ള മ്യൂ നോട്ട് ആദ്യം നമ്മളിങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന വെൽ ഡിഫൈൻഡ് ആണോ നോക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് എലമെൻറ്റ്സ് എടുത്തിട്ട് അതിൻ്റെ ഇമേജ് സെയിം ആണോ നോക്കിയാൽ മതി. അപ്പോൾ E1 ഡെൽറ്റ N1 ഈക്വൽ ടു E2 ഡെൽറ്റ N2 എന്നെടുക്കുകയാണെന്ന് ഇരിക്കട്ടെ. അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ അവയുടെ സിമെട്രിക് ഡിഫറൻസ് എന്തായിരിക്കും, 5 ആയിരിക്കും അല്ലേ. സോ E1 ഡെൽറ്റ N1 ഡെൽറ്റ E2 ഡെൽറ്റ N2 എന്താ, 5 ആ. അതിനെ അറേഞ്ച് ചെയ്ത് എഴുതുവാണെങ്കിൽ E1 ഡെൽറ്റ E2 ഡെൽറ്റ N1 ഡെൽറ്റ N2 എന്താ, 5 ആ. അങ്ങനെയാണെങ്കിൽ മ്യൂ നോട്ട് ഓഫ് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത് E1 ഡെൽറ്റ E2 ഡെൽറ്റ N1 ഡെൽറ്റ N2 ഈക്വൽ ടു എന്ത് വരും, മ്യൂ നോട്ട് ഓഫ് 5, അതിൻ്റെ വാല്യൂ എന്താ, 0. ഇനി മ്യൂ നോട്ട് ഓഫ് E1 ഡെൽറ്റ E2 ഡെൽറ്റ N1 ഡെൽറ്റ N2 എന്ന് പറഞ്ഞാൽ എന്താ, മ്യൂ ഓഫ് E1 ഡെൽറ്റ E2 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും, 0 എന്ന് വരും. ഓക്കെ, നൗ E1 ഡെൽറ്റ E2 അതിന് നമ്മൾ E1 മൈനസ് E2 E2 മൈനസ് E1 എഴുതാം. ഓക്കെ, അപ്പോൾ E1 ഡെൽറ്റ E2, അപ്പോൾ അത്രയും കിട്ടി നിൽക്കട്ടെ. നൗ E1 ഡെൽറ്റ E2 എന്ന് പറഞ്ഞാൽ എന്താ, E1 മൈനസ് E2 യൂണിയൻ E2 മൈനസ് E1 എന്നാണ്. ദെൻ അങ്ങനെയാണെങ്കിൽ മ്യൂ ഓഫ് E1 ഡെൽറ്റ E2 ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, മ്യൂ ഓഫ് E1 മൈനസ് E2 മ്യൂ ഓഫ് E2 മൈനസ് E1 എന്നാണ്. ഇതിൻ്റെ വാല്യൂ എന്താ, 0യാ. സോ നമുക്ക് എന്താ പറയാം, ഇങ്ങനെ രണ്ട് പോസിറ്റീവ് വാല്യൂസിൻ്റെ സമ്മ് ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ ഓഫ് E1 മൈനസ് E2 പ്ലസ് മ്യൂ ഓഫ് E2 മൈനസ് E1 അല്ലേ. അപ്പോൾ ഇങ്ങനെ രണ്ട് പോസിറ്റീവ് വാല്യൂസിൻ്റെ സമ്മ് 0 ആണെങ്കിൽ ഇവിടെയുള്ള ഓരോന്നും എന്തായിരിക്കും, 0 ആയിരിക്കും. സോ നമുക്ക് എന്ത് കിട്ടും, മ്യൂ ഓഫ് E1 മൈനസ് E2 0യാ, മ്യൂ ഓഫ് E2 മൈനസ് E1 0യാന്ന് കിട്ടും. ഓക്കെ, ഇനി അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കുറച്ചുകൂടെ അറേഞ്ച് ചെയ്തിട്ട് ദെൻ അവിടെ നിന്ന് നമുക്ക് ഈ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ മ്യൂ ഓഫ് E1 മ്യൂ ഓഫ് E2 ഈക്വൽ ആണെന്ന് കിട്ടും. അതിൻ്റെ ഒരു വെരിഫിക്കേഷൻ പോലെ സൈഡിൽ എഴുതിയിട്ടിരിക്കുന്നത്, ഇത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതി പല കേസായിട്ട് എഴുതി നോക്കിയെന്നേ ഉള്ളൂ. അതായത് E1 E2 ഡിസ്ജോയിൻ്റ് ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ മ്യൂ ഓഫ് E1 മൈനസ് E2 എന്ന് പറഞ്ഞാൽ എന്താ, മ്യൂ ഓഫ് E1 അത് 0 എന്നല്ല കിട്ടിയിരിക്കുന്നത്, 0യാ. മ്യൂ ഓഫ് E2 മൈനസ് E1 എന്ന് പറഞ്ഞാൽ എന്താ, മ്യൂ ഓഫ് E2 അതും 0യാ. അപ്പോൾ ഈ കേസിൽ മ്യൂ ഓഫ് E1 മ്യൂ ഓഫ് E2 എന്താ, 0 ഈക്വലാ. മറ്റൊരു കേസ് E1 സബ്സെറ്റ് ഓഫ് E2 എന്നാണ്. അങ്ങനെയാണെങ്കിൽ മ്യൂ ഓഫ് E2 മൈനസ് E1 ഉള്ളൂ അവിടെ. മ്യൂ ഓഫ് E2 മൈനസ് E1 എന്ന് പറഞ്ഞാൽ എന്താ, മ്യൂ ഓഫ് E2 മൈനസ് മ്യൂ ഓഫ് E1 അത് 0 എന്നല്ല കിട്ടിയിരിക്കുക. ദാറ്റ് ഈസ് വിച്ച് ഇംപ്ലൈസ് മ്യൂ ഓഫ് E2 ഈക്വൽ ടു മ്യൂ ഓഫ് E1 എന്ന് കിട്ടും. ഇനി മറ്റത് E1 സൂപ്പർ സെറ്റ് ഓഫ് E2 ആണെങ്കിൽ മ്യൂ ഓഫ് E1 മൈനസ് E2 ഉള്ളൂ. മ്യൂ ഓഫ് E1 മൈനസ് E2 ഈക്വൽ ടു മ്യൂ ഓഫ് E1 മൈനസ് മ്യൂ ഓഫ് E2 അതെന്താണെന്ന് കിട്ടിയിരിക്കുന്നത്, 0യാ. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ മ്യൂ ഓഫ് E1 ഈക്വൽ ടു മ്യൂ ഓഫ് E2. അപ്പോൾ ഏത് കേസായാലും ഇവിടെ നമുക്ക് മ്യൂ ഓഫ് E1 മ്യൂ ഓഫ് E2 എന്താണെന്ന് കിട്ടും, ഈക്വലാന്ന് കിട്ടും. അതായത് E1 ഡെൽറ്റ N1 ഈക്വൽ ടു E2 ഡെൽറ്റ N2 ആണെങ്കിൽ മ്യൂ ഓഫ് E1 മ്യൂ ഓഫ് E2 ഈക്വൽ ആണെങ്കിൽ മ്യൂ നോട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, വെൽ ഡിഫൈൻഡ് ആണ്. അപ്പോൾ നമ്മൾ മ്യൂ നോട്ടിനെ ഡിഫൈൻ ചെയ്തു, ഇറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് സെറ്റ് ഫംഗ്ഷൻ, അത്രയും കിട്ടി. ഇനി നമ്മൾ എന്ത് കാണിക്കാൻ പോവുക, അടുത്ത സ്റ്റെപ്പ് 4 മ്യൂ നോട്ടിനെ ഒരു മെഷറാണെന്ന് കാണിക്കാൻ പോവുക. ഓക്കെ, അപ്പോൾ മെഷറിൻ്റെ പ്രോപ്പർട്ടി എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് 4 മ്യൂ നോട്ട് മെഷറാണെന്ന് കാണിക്കാൻ പോവുക. സോ മ്യൂ നോട്ട് ഓഫ് E ഡെൽറ്റ N ഇസ് ഈക്വൽ ടു എന്ത് വരും, മ്യൂ ഓഫ് E ആൻഡ് അത് മ്യൂ ഓഫ് മ്യൂ എന്ന് പറയുന്ന മെഷർ ആയതുകൊണ്ട് സോ അത് ഓൾവേസ് നോൺ നെഗറ്റീവ് ആയിരിക്കും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ എവറി E ഡെൽറ്റ N എലമെൻറ്റ് ഓഫ് M നോട്ട്. ഓക്കെ, അപ്പോൾ മ്യൂ നോട്ട് ഓഫ് E ഡെൽറ്റ N ഇസ് ഈക്വൽ ടു മ്യൂ ഓഫ് E ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ എന്താ, മ്യൂ നോട്ട് ഓഫ് E ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാം, സോ ദ ഫങ്ഷൻ ഈസ് നോൺ നെഗറ്റീവ്. പിന്നെന്താ, മ്യൂ നോട്ട് ഓഫ് 5 അല്ലേ. മ്യൂ നോട്ട് ഓഫ് 5 എന്ന് പറയുമ്പോൾ എന്താ, മ്യൂ നോട്ട് ഓഫ് 5 ഡെൽറ്റ 5 എന്ന് എഴുതാം. എന്ന് പറയുമ്പോൾ എന്താ, മ്യൂ ഓഫ് 5 ഈക്വൽ ടു 0. അപ്പോൾ മ്യൂ നോട്ട് ഓഫ് 5 നൾ സെറ്റിൻ്റെ മെഷർ 0 എന്ന് കിട്ടി. ഓക്കെ, ദെൻ അടുത്തത് ഡിസ്ജോയിൻറ്റ് സെറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് കൗണ്ടബിളി അഡിറ്റീവ് ആണെന്നുള്ള കേസോട് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് കളക്ഷൻ DI എനി ഡിസ്ജോയിൻറ്റ് സീക്വൻസ് ഇൻ M നോട്ട് എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഡിസ്ജോയിൻറ്റ് സീക്വൻസ് DI
അപ്പോൾ ഇതിവിടെ നമ്മൾ യൂണിയനുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡി ഐനെ എങ്ങനെ എടുത്തു, ബി ഐ യൂണിയൻ എ ഐ എന്ന് എടുത്തു. വേർ ബി ഐ എലമെൻറ്റ് ഓഫ് സ്ക്രിപ്റ്റം, എ ഐ സബ്സെറ്റ് ഓഫ് പി ഐ എലമെൻറ്റ് ഓഫ് സ്ക്രിപ്റ്റം ആൻഡ് മി ഓഫ് പി ഐ ഈക്വൽ ടു 0 ആൻഡ് എ ഐ ഇൻട്രോസെഷൻ ബി ഐ ഈക്വൽ ടു 5 എന്നുള്ള ഫോമിൽ എടുത്തു. ഫർദർ ഡിസ്ജോയിൻ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഐയും ജെയും ഈക്വൽ അല്ലാത്ത കേസിൽ ഡി ഐ ഇൻട്രോസെഷൻ ഡി ജെ 5 ആണെന്ന് എടുത്തു. യൂണിയൻ ഐ ഈക്വൽ ടു 1 to infinity ബി ഐനെ ബി എന്ന് എടുത്തു. യൂണിയൻ ഐ ഈക്വൽ ടു 1 to infinity പി ഐനെ പി എന്ന് എടുത്തു. ഓക്കെ, ദെൻ യൂണിയൻ ഐ ഈക്വൽ ടു 1 to infinity ഡി ഐ എന്ന് പറയുമ്പോൾ എന്ത് വരും, ബി യൂണിയൻ എ എന്ന് വരും. വേർ എ എന്താ, യൂണിയൻ ഐ ഈക്വൽ ടു 1 to infinity എ ഐ ആൻഡ് വിച്ച് ഈസ് കണ്ടെയ്ൻഡ് ഇൻ പി. ഓക്കെ, വിച്ച് ഈസ് കണ്ടെയ്ൻഡ് ഇൻ പി. വേർ പി എന്നപ്പോൾ അവിടെ നമ്മൾ എടുക്കുന്നത് എങ്ങനെയായിരിക്കും, പി എന്ന് പറയുന്നത് യൂണിയൻ ഐ ഈക്വൽ ടു 1 to infinity പി ഐ എന്നുള്ള ഫോമിലായിരിക്കും എടുക്കുക. ഓക്കെ, ദെൻ വിച്ച് ഈസ് വേർ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ, സോറി, പി ഈക്വൽ ടു യൂണിയൻ ഐ ഈക്വൽ ടു 1 to infinity പി ഐ. സോ എ ഈക്വൽ ടു യൂണിയൻ ഐ ഈക്വൽ ടു 1 to infinity എ ഐ വിച്ച് ഈസ് കണ്ടെയ്ൻഡ് ഇൻ പി. ഓരോ പി ഐയും സ്ക്രിപ്റ്റമിൻ്റെ എലമെൻ്റ് ആണെങ്കിൽ യൂണിയൻ ഐ ഈക്വൽ ടു 1 to infinity പി ഐ, ദാറ്റ് ഈസ് പി എവിടുത്തെ എലമെൻറ്റാണ്, സ്ക്രിപ്റ്റമിൻ്റെ എലമെൻറ്റാണ്. ഓക്കെ, സോ ബി യൂണിയൻ ഐ ഈക്വൽ ടു 1 to infinity ബി ഐ, ഓരോ ബി ഐയും സ്ക്രിപ്റ്റമിലെ എലമെൻ്റ് ആണെങ്കിൽ അതിൻ്റെ യൂണിയനും എവിടെ ഉണ്ടായിരിക്കും, സ്ക്രിപ്റ്റമിലുണ്ടായിരിക്കും. സോ ബി എലമെൻ്റ് ഓഫ് സ്ക്രിപ്റ്റം ആൻഡ് എ ഐയും ബി ഐയും ഡിസ്ജോയിൻ്റ് ആണെങ്കിൽ അതിൻ്റെ യൂണിയൻ എടുത്തു കഴിഞ്ഞാലും ഡിസ്ജോയിൻ്റാണ്, എ ഇൻട്രോസെഷൻ ബി 5 ആണെന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മ്യൂ നോട്ട് ഓഫ്, നമുക്ക് ഡിസ്ജോയിൻറ്റ് സെറ്റ്സിന് കൗണ്ടബിളി അഡിറ്റീവ് എന്ന് കാണിക്കേണ്ടത്. സോ മ്യൂ നോട്ട് ഓഫ് യൂണിയൻ ഐ ഈക്വൽ ടു 1 to infinity ഡി ഐ എന്ന് പറയുന്നത് എന്താ, മ്യൂ നോട്ട് ഓഫ്, നമുക്ക് എങ്ങനെ എഴുതാം, മ്യൂ നോട്ട് ഓഫ് ബി യൂണിയൻ എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ യൂണിയൻ വെച്ച് ഡിഫൈൻ ചെയ്തതനുസരിച്ചിട്ട് മ്യൂ നോട്ട് ഓഫ് ബി യൂണിയൻ എ എന്നുള്ളതിനെ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക, മ്യൂ ഓഫ് ബി ദാറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ ഓഫ് ബി എന്താ, യൂണിയൻ ഐ ഈക്വൽ ടു 1 to infinity ബി ഐ ശരിയല്ലേ. ഇനി ബി ഐസ് എന്താണ്, ഡിസ്ജോയിൻറ്റ് സീക്വൻസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ഐ ഈക്വൽ ടു 1 to infinity മ്യൂ ഓഫ് ബി ഐ എന്ന് പറയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ ഓഫ് ബി ഐ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ നമ്മൾ ഇതുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ മ്യൂ ഓഫ് ബി ഐ എന്നുള്ളതിനെ എങ്ങനെ എഴുതാം, മ്യൂ നോട്ട് ഓഫ് ഡി ഐ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ഐ ഈക്വൽ ടു 1 to infinity മ്യൂ നോട്ട് ഓഫ് ഡി ഐ എന്ന് കിട്ടും. സോ മ്യൂ നോട്ട് എന്ന് പറയുന്നത് എന്താണ്, ഒരു മെഷറാണെന്ന് കിട്ടും. തീർന്നില്ല, നമുക്കിനി എന്തുകൂടെ വേണം, മെഷർ എന്നുള്ളത് മാത്രം പോരാ, അതൊരു കംപ്ലീറ്റ് മെഷറാണെന്നൂടെ, മ്യൂ നോട്ട് എന്ന് പറയുന്ന മെഷർ കംപ്ലീറ്റ് ആണെന്നൂടെ കാണിക്കണം. അതായത് ഔട്ടർ മെഷർ 0 ആയിട്ടുള്ള സെറ്റ്സിൻ്റെ സബ്സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അതും മെഷറബിൾ ആണെന്ന് കാണിക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഡി നോട്ട് സ്ക്രിപ്റ്റമിലെ എലമെൻറ്റ് എം നോട്ടിലെ എലമെൻ്റ് ആണെന്ന് എടുത്തു. വിത്ത് മ്യൂ നോട്ട് ഓഫ് ഡി നോട്ട് എന്താ, 0, അതിൻ്റെ മെഷർ 0 എന്ന് എടുത്തു. ആൻഡ് ഇനി നമ്മൾ എന്തെടുക്കുക, മെഷർ 0 ആയിട്ടുള്ള ഈ ഡി നോട്ടിൻ്റെ സബ്സെറ്റാണ് ഡി എങ്കിൽ ആ ഡി എവിടെ ഉണ്ടെന്ന് കാണിക്കണം, എം നോട്ടിലുണ്ടെന്ന് കാണിക്കാൻ പോവുക. ഓക്കെ, സോ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ഡി എലമെൻറ്റ് ഓഫ് സ്ക്രിപ്റ്റ് എം നോട്ട്. ഓക്കെ ഓക്കെ സോറി, ഡി നോട്ട് എം നോട്ടിൽ എലമെൻ്റ് ആണെന്ന് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡി നോട്ടിന് നമ്മൾ ആദ്യം കൊടുത്തിരുന്ന പോലെ ഒരു എക്സ്പ്രഷൻ കൊടുത്തു. എം നോട്ടിൽ എലമെൻ്റ് ആയിട്ട് എങ്ങനെ എടുത്തു, ഡി നോട്ട് ഈക്വൽ ടു ഇ നോട്ട് ഡെൽറ്റ എൻ നോട്ട്, വേറെ ഇ നോട്ട് എവിടുത്തെ എലമെൻറ്റാ, സ്ക്രിപ്റ്റ് എമ്മിലെ എലമെൻറ്റാ. ആൻഡ് എൻ നോട്ട് സബ്സെറ്റ് ഓഫ് പി നോട്ട് ആണ്, വേർ പി നോട്ട് എവിടുത്തെ എലമെൻറ്റാ, സ്ക്രിപ്റ്റ് എമ്മിലെ എലമെൻ്റ് ആണ്. മ്യൂ ഓഫ് പി നോട്ട് 0 എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ മ്യൂ നോട്ട് ഓഫ് ഡി നോട്ട് എന്ന് പറയുന്നത് 0 എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ഈ എഴുതിയിരിക്കുന്ന അനുസരിച്ച് മ്യൂ നോട്ട് ഓഫ് ഡി നോട്ട് എന്ന് പറയുമ്പോൾ എന്ത് വരും, മ്യൂ ഓഫ് ഇ നോട്ട് അല്ലേ, അങ്ങനെയല്ലേ നമ്മൾ ഡിഫൈൻ ചെയ്തിരുന്നത്. ഓക്കെ, ഡെഫിനിഷൻ അനുസരിച്ചിട്ട് ഡെഫിനിഷൻ അനുസരിച്ചിട്ട് മ്യൂ നോട്ട് ഓഫ് ഡി നോട്ട് ഈക്വൽ ടു മ്യൂ നോട്ട് ഓഫ് ഇ നോട്ട് ഡെൽറ്റ എൻ നോട്ട് എന്ന് ഡിഫൈൻ ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ നോട്ട് ഡെൽറ്റ എൻ നോട്ട് എന്ന് പറയുമ്പോൾ എന്താ, മ്യൂ ഓഫ് ഇ നോട്ടാണ് അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. നൗ ഇ നോട്ട് യൂണിയൻ പി നോട്ട് എന്നുള്ളതിനെ പി നോട്ട് ഡാഷ് എന്ന് വിളിച്ചു. ഓൾറെഡി ഇ നോട്ടും എമ്മിലെ എലമെൻറ്റാ, പി നോട്ടും എമ്മിലെ എലമെൻ്റ് ആയതുകൊണ്ട് പി നോട്ട് ഡാഷിൽ എവിടുത്തെ എലമെൻറ്റാ, സ്ക്രിപ്റ്റ് എമ്മിലെ എലമെൻ്റ് ആയിരിക്കും. കൂടാതെ മ്യൂ ഓഫ് പി നോട്ട് ഡാഷ് എന്ന് പറയുമ്പോൾ എന്താ, മ്യൂ ഓഫ് ഇ നോട്ട് അല്ലേ, മ്യൂ ഓഫ് ഇ നോട്ട് യൂണിയൻ പി നോട്ട് എന്നാ, മ്യൂ ഓഫ് പി നോട്ടും 0 മ്യൂ ഓഫ് ഇ നോട്ടും 0 ആണ്. സോ മ്യൂ ഓഫ് പി നോട്ട് ഡാഷ് എന്താണ്, 0 എന്ന് കിട്ടും. നൗ ഡി എന്ന് പറയുന്നതിനെ എങ്ങനെ എടുക്കുക, ഈ ഡെൽറ്റ എൻ എന്ന് എടുത്തു. വേറെ ഇ എന്നുള്ളതിനെ നമ്മളിങ്ങനെ എങ്ങനെ എടുക്കുക, നമ്മൾ അറേഞ്ച് ചെയ്തെടുക്കുന്ന കേട്ടോ. ഡി എന്നുള്ളതിനെ ഈ ഡെൽറ്റ എൻ എന്ന് എടുത്തു. വേറെ ഇനെ എങ്ങനെ എടുത്തു, 5 ഓൾവേസ് എമ്മിലെ എലമെൻ്റാണെന്ന് അറിയാം. ആൻഡ് എൻ ഈക്വൽ ടു ഡി എന്നും എടുത്തു. അപ്പോൾ
അപ്പോൾ ഈ ഡെൽറ്റ എൻ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഡി തന്നെയാണ്. അതിനെ നമ്മൾ ആ ഡി നമ്മൾ എടുത്തിരിക്കുന്ന എലമെൻറ്റിനെ ഈ ഡെൽറ്റ എൻ എന്നുള്ള ഫോമിലൊന്ന് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതങ്ങനെ എഴുതുന്നതിന് വേണ്ടി, അതായത് ഡിയെ നമ്മൾ ഡി ഡെൽറ്റ ഫൈ എന്ന് എഴുതത്തില്ലേ, അപ്പോൾ അങ്ങനെ എഴുതുന്നതിന് ആ രീതിയിലൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇ എഫ് ഐ എന്നും എടുത്തു, എന്നിന് ഡി എന്നും എടുത്തു. അങ്ങനെയാണെങ്കിൽ എൻ ഈക്വൽ ടു ഡി സബ്സെറ്റ് ഓഫ് ഡി നോട്ടാ അല്ലേ? ഡി സബ്സെറ്റ് ഓഫ് ഡി നോട്ട് എന്നല്ലേ എടുത്തിരിക്കുന്നത്. ആൻഡ് വിച്ച് ഈസ് സബ്സെറ്റ് ഓഫ് എന്ത് പറയാം? ഇ നോട്ട് യൂണിയൻ എൻ നോട്ട്. ഡി നോട്ട് എന്ന് പറയുന്നത് ഇ നോട്ട് ഡെൽറ്റ എൻ നോട്ട് എന്നാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇ നോട്ടിലെ എൻ നോട്ടിലെ എലമെൻറ്റ്സ് എടുത്തിട്ട് അതിൻ്റെ യൂണിൻ്റെ സബ്സെറ്റ് ആയിരിക്കും. എഗെയിൻ എൻ നോട്ട് ആരുടെ സബ്സെറ്റാ? പി നോട്ടിൻ്റെ സബ്സെറ്റാ. സോ ഈ വിച്ച് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ഇ നോട്ട് യൂണിയൻ പി നോട്ട് എന്ന് വിളിക്കാം. ദാറ്റ് ഈസ് പി നോട്ട് ഡാഷ്. സോ D is equal to E delta n, where E equal to phi, n equal to D, n subset of ആരാ? P naught dash element of scriptum. ഇവിടെ കിട്ടിയിട്ടുണ്ട് P naught dash element of scriptum and mu of P naught dash equal to 0 എന്ന് പറയുമ്പോൾ ഈ ഡിക്ക് നമ്മുടെ സ്ക്രിപ്റ്റ് എം നോട്ടിലെ എലമെൻ്റ് ആവാനുള്ള ഫോമാണ് കിട്ടിയിരിക്കുക. സോ ഡി എലമെൻ്റ് ഓഫ് എവിടെയാണെന്ന് കിട്ടി? സ്ക്രിപ്റ്റ് എം നോട്ടാണ്. അതായത് അത് മെഷറബിൾ ആണ്. അതായത് ഡി നോട്ട് എന്ന് പറയുന്നത് മെഷർ 0 ആയിട്ടുള്ള എം നോട്ടിലെ ഒരു എലമെൻ്റ് ആവുകയും ഡി സബ്സെറ്റ് ഓഫ് ഡി നോട്ടാണ്. ആ ഒരു കേസിൽ ഈ മെഷർ 0 ആയിട്ടുള്ള സെറ്റിൻ്റെ സബ്സെറ്റായ ഡി എവിടെ എലമെൻ്റാന്ന് കിട്ടി? എം നോട്ടിലെ എലമെൻ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? മ്യൂ നോട്ട് എന്ന് പറയുന്നത് ഈസ് കംപ്ലീറ്റ് ഓൺ എം നോട്ടാണ്. സോ എക്സ് എം നോട്ട് മ്യൂ നോട്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു കംപ്ലീറ്റ് മെഷർ സ്പേസ് ആണെന്ന് കിട്ടും. അപ്പോൾ നമ്മൾ എക്സ് എം യു എന്ന് പറയുന്ന ഒരു മെഷർ സ്പേസ് ആയിരുന്നു. അവിടെ നമ്മൾ എം നോട്ടിനെ ഡിഫൈൻ ചെയ്തു. ആൻഡ് എം നോട്ട് എന്ന് പറയുന്നത് എമ്മിനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടെന്ന് കാണിച്ചു. ഇതൊരു സിഗ്മ ഓൾജിബ്ര, എം നോട്ട് എന്ന് പറയുന്നത് സിഗ്മ ഓൾജിബ്രയാണെന്ന് കാണിച്ചു. അവിടെ നമ്മൾ മ്യൂ നോട്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തത് മെഷറാണെന്ന് കാണിച്ചു. കൂടാതെ ഇതൊരു കംപ്ലീറ്റ് മെഷറാണെന്ന് കിട്ടി. അപ്പോൾ നമ്മൾ എക്സ് എം നോട്ട് കൊണ്ടുവന്നു, അവിടെ നമ്മൾ മ്യൂ നോട്ട് കൊണ്ടുവന്നു. അവിടെ നമുക്കറിയാം എം നോട്ടിനേക്കാളും കൂടുതൽ എലമെൻറ്റ്സ് എവിടെയുണ്ട്? എം നോട്ടിലുണ്ട് അല്ല? എക്സ്റ്റെൻഡ് ചെയ്യുമത് ഈ മ്യൂ നോട്ടിനെ എമ്മിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് മ്യൂ. അതായത് മ്യൂവിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ആര്? മ്യൂ നോട്ട്. അപ്പോൾ ഇങ്ങനെ എക്സ് എം മ്യൂ എന്ന് പറയുന്ന ഒരു മെഷർ സ്പേസ് ഉണ്ടെങ്കിൽ, അവിടെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഏതിലേക്ക് പോകാം? കംപ്ലീറ്റ് മെഷർ സ്പേസ് എക്സ് എം നോട്ട് മ്യൂ നോട്ടിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ പ്രൊപ്പോസിഷന് വേണമെങ്കിൽ കംപ്ലീഷൻ തിയറം എന്ന് പറഞ്ഞിട്ടും ചോദിക്കാം കേട്ടോ. കംപ്ലീഷൻ തിയറം. അപ്പോൾ ശരിക്കും പിന്നെ ഇങ്ങനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ, അതായത് ഒരു എക്സ് എം യു എന്ന് പറയുന്ന മെഷർ സ്പേസിലേക്ക് അവിടുത്തെ കംപ്ലീറ്റ് മെഷർ സ്പേസിലേക്ക് പോകുമ്പോൾ ആ കംപ്ലീറ്റ് മെഷർ സ്പേസ് നമുക്ക് കിട്ടുന്നത് യുണീക്കാണെന്നൊക്കെ ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി, അതിൻ്റെ പ്രൂഫൊന്നുമില്ല. അങ്ങനെ ഇങ്ങനെ എക്സ് എം യു എന്ന് പറയുന്ന മെഷർ സ്പേസ്, അതിൻ്റെ കംപ്ലീറ്റ് മെഷർ സ്പേസ് എന്ന് പറയുന്നത് യുണീക്കായിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ തേർഡ് മൊഡ്യൂൾ. അതുകൊണ്ട് നമുക്ക് തേർഡ് മൊഡ്യൂൾ തീർന്നു.